ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കീമ കറിയും കീമ ഫ്രൈയുമാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. ഇതിനി എങ്ങനെ ഉണ്ടാക്കില്ലെന്ന് ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ജാറെടുത്തിന് അതിലേക്ക് 2 സവാള, പിന്നെ പട്ട, കറാമ്പ് ഇത് രണ്ടും കൂടി അരച്ചെടുക്കുക. പിന്നെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടിന് അതിലേക്ക് അരച്ച മിക്സും കൂടി മിക്സാക്കി കൊടുക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്, കുറച്ച് മല്ലിയില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കസ്തൂരി മേത്തി ഇടുന്നുണ്ട് കുറച്ച്. ഇത് ഓപ്ഷണലാട്ടോ. പിന്നെ അതിലേക്ക് 2 പൊട്ടാറ്റോ പിന്നെ 2 ക്യാപ്സിക്കം ഇടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് സോൾട്ട് 2 ടേബിൾ സ്പൂൺ സോൾട്ട് ഇടുന്നുണ്ട്. ഇനി നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് തേങ്ങ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് തേങ്ങ എടുത്തിന്, പിന്നെ ഒരു 3 ടൊമാറ്റോ എടുത്തിന് അത് അരച്ചെടുക്കുക. എന്നിട്ട് ഈ മിക്സിലേക്ക് പാരുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കീമ ഇടാൻ വേണ്ടിയിട്ട് ഇറച്ചിയെടുത്തിന് അത് നല്ലവണ്ണം കഴുകിയിട്ട് അത് അരച്ചെടുക്കണം. അതിലേക്ക് കടലപ്പൊടിയും ടർമറിക് പൗഡറും ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ഇടുക. പിന്നെ കുറച്ച് കസ്തൂരി മേത്തി ഇട്ടിട്ട്, പിന്നെ സോൾട്ട് 1 ടേബിൾ സ്പൂണ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. പിന്നെ 2 മുട്ട ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലൊരു റൗണ്ട് ബോൾ മാതിരി ആക്കി കൊടുക്കുക. എന്നിട്ട് തിളച്ച് വരുന്ന കറിക്ക് ഇതിട്ട് കൊടുക്കുക. ഇങ്ങനെ റൗണ്ട് ബോൾ മാതിരി ആക്കി കൊടുക്കണം. എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഫ്രൈ ആക്കണമെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലാം നിങ്ങൾക്ക് ഫ്രൈ ആക്കി എടുക്കാം. കറിയും ഫ്രൈ ആക്കിയതും എല്ലാം നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈസിയാണ്. അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കെല്ലാം നല്ല സൂട്ടാവുന്ന കറിയാണിത്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.